വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം പറയാനുള്ളത്, നമുക്ക് എല്ലാവർക്കും അറിയാം, കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിൽ വെച്ച് സർജറി കഴിഞ്ഞ് കിടന്ന ഒരു സ്ത്രീയെ ഒരു മെഡിക്കൽ കോളേജിലെ ജീവനക്കാരൻ, ആരോഗ്യ വകുപ്പിലെ ജീവനക്കാരൻ പീഡിപ്പിക്കാൻ ശ്രമിച്ചൊരു കേസുണ്ട്. ആ കേസുമായി ബന്ധപ്പെട്ട അതിജീവിതയെ NGO യൂണിയനിൽപ്പെട്ട CPM സംഘടനയിൽപ്പെട്ട ആളുകൾ ഭീഷണിപ്പെടുത്താൻ ശ്രമിച്ചു. ഇത് അവിടെ ഉത്തരവാദിത്തം ഉണ്ടായിരുന്ന ഒരു നേഴ്സിംഗ് ഉദ്യോഗസ്ഥ അനിത, അവരത് പരാതി കൊടുത്തു. ആ പരാതിയുടെ പുറത്ത് 5 പേർക്കെതിരായിട്ട് NGO യൂണിയൻ നേതാക്കൾക്കെതിരായിട്ട് നടപടി സ്വീകരിക്കേണ്ടി വന്നു. അതിൻ്റെ വൈരാഗ്യം തീർക്കാൻ NGO യൂണിയൻ ഭീഷണിപ്പെടുത്തിയാൽ ശ്രമിച്ചു. രണ്ട് പ്രാവശ്യമാണ് ഈ അനിതയെ അതിജീവിതയുടെ കൂടെ നിന്നതിനും അതിജീവിതയെ ഭീഷണിപ്പെടുത്തിയ ആളുകളുടെ പേര് പുറത്തു കൊടുത്തതിനും അവരെ ട്രാൻസ്ഫർ ചെയ്തു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയുടെ അവരെ പുനർനിയമിക്കണം, ഏപ്രിൽ 1-ാം തീയതി അവരെ പുനർനിയമിക്കണം എന്നുള്ള ഉത്തരവുമായി വന്ന് ആ പാവം സ്ത്രീ മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ വരാന്തയിൽ കാത്തിരിക്കുകയാണ്. എനിക്ക് ചോദിക്കാനുള്ളത്, കേരളത്തിൽ ഒരു ആരോഗ്യമന്ത്രി, അവരൊരു സ്ത്രീയല്ലേ? അവർ ആരോഗ്യമന്ത്രി ആയിരിക്കുമ്പോൾ ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിൽ ഒരു സ്ത്രീ പീഡിപ്പിക്കപ്പെട്ടപ്പോൾ അയാളെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ച ആളുകളുടെ പേര് പുറത്തു പറഞ്ഞതിൻ്റെ പേരിൽ ഒരു സ്ത്രീ ഇങ്ങനെ അവരെ നിരന്തരമായി ട്രാൻസ്ഫർ ചെയ്യുകയും ഹൈക്കോടതി ഉത്തരവുണ്ടായിട്ട് പോലും അവർക്ക് അവിടെ പോസ്റ്റിംഗ് കൊടുക്കില്ല, അതിൻ്റെ മീതെ വീണ്ടും അപ്പീൽ പോകും എന്നുള്ള നിലപാട് നാണം കെട്ട ഈ സർക്കാരിനല്ലാതെ വേറെ ആർക്കെങ്കിലും എടുക്കാൻ പറ്റും? ആരുടെ കൂടെയാണ് ഇവർ? ആരുടെ കൂടെയാണ്? ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിൽ സർജറി കഴിഞ്ഞ് കിടന്ന സ്ത്രീയെ പീഡിപ്പിച്ചവരുടെ കൂടെയാണോ ഈ സർക്കാർ? അവരുടെ കൂടെയാണോ ഈ ആരോഗ്യമന്ത്രി? അവർ സ്ത്രീകൾക്ക് മുഴുവൻ അപമാനമാണ്, സ്ത്രീകൾക്ക് മുഴുവൻ. അവരെ സംരക്ഷിക്കുകയാണ് ആ NGO യൂണിയൻകാരെ. കാരണം പാർട്ടിക്കാരെന്ത് തോന്നിയാസം കാണിച്ചാൽ അവരെ സംരക്ഷിക്കും. അതാണ് നിലപാട്, ഇവരുടെ നിലപാട്. എന്ത് നിലപാടാണ്? ഇങ്ങനെയാണ് ഒരു ഗവൺമെന്റ് ചെയ്യേണ്ടത്? അവരെന്ത് തെറ്റാണ് ഈ നഴ്സിംഗ് ഉദ്യോഗസ്ഥർ ചെയ്തത്? അവരോട് മേലുദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടത് അനുസരിച്ച് ഈ അതിജീവിതയെ ഭീഷണിപ്പെടുത്താൻ ശ്രമിച്ചവരുടെ ലിസ്റ്റ്, ആരൊക്കെ പോയാണ് അവരെ ഭീഷണിപ്പെടുത്തിയത് എന്നതിൻ്റെ ലിസ്റ്റ് കൊടുത്തു മേലുദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടതനുസരിച്ച്. അല്ലാതെ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അതിനുവേണ്ടി അവരാണ് പീഡിപ്പിക്കപ്പെടുന്നത്. ഈ നാട്ടിൽ ആരാണ് ഇര, ആരാണ് വേട്ടക്കാർ എന്ന് മനസ്സിലാകാത്ത രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അപമാനകരമായ കാര്യമാണ്.